2015 നിലവിൽ വന്ന കോഴിക്കോട് ഫറോക്ക് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ പോരാട്ടം തീവാറും. മുസ്ലിം ലീഗിന് കരുത്തുള്ള മുനിസിപ്പാലിറ്റിയിൽ ഭരണം അട്ടിമറിച്ച അനുഭവമുള്ള LDF ഇത്തവണ ജയിച്ച് കയറാം എന്ന പ്രതീക്ഷയിലാണ്. UDF-നാകട്ടെ ഭരണ തുടർച്ചയല്ലാതെ മറ്റൊന്നും തന്നെ മുന്നിലില്ല. ഈ കൂടുതലുള്ള സ്ഥലം ഈ പഞ്ചായത്തിൽ ഒരിക്കലും പോകില്ല, മറിയില്ല. ഞങ്ങൾക്ക് ആര് ഭരിച്ചാലും കണക്കാ, നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആര് ഭരിച്ചാലും കണക്ക് തന്നെയാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആര് വന്നാലും ഇവിടെ ഇങ്ങനെ ഓടിച്ചേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മാർക്സിസ്റ്റ് ഭരിക്കണം. കാരണം ലീഗുകാർ മാത്രം ഭരിച്ചിട്ട് ഒരു ഉപകാരം പഞ്ചായത്തിന് ഉണ്ടായില്ല. 2015 ഫറോക്ക് മുനിസിപ്പാലിറ്റി നിലവിൽ വന്നത്. മുസ്ലിം ലീഗിന്റെ കരുത്തിൽ ആദ്യ ഭരണം UDF-ന്. പക്ഷേ 2.5 വർഷം കഴിഞ്ഞപ്പോൾ കുടിവെള്ള പ്രശ്നത്തിന്റെ പേരിൽ മുന്നണി വിട്ട 3 വിമത കൗൺസിലർമാരെ മുന്നിൽ നിർത്തിയുള്ള CPM മടവിൽ UDF-ന് ഭരണം നഷ്ടമായി. എന്നാൽ 2020 ഭരണം തിരിച്ചുപിടിച്ച് മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും കരുത്തു തെളിയിച്ചു UDF. കൗൺസിലർമാർ പലപ്പോഴായി കൂറുമാറിയ ചരിത്രം കൂടെയുണ്ട് ഫറോക്ക് മുനിസിപ്പാലിറ്റിക്ക്. അതുകൊണ്ട് തന്നെ CPM പ്രതീക്ഷയിലാണ്. വാർഡ് വിഭജനം ഉൾപ്പെടെ ഇടത് അനുകൂലമാക്കിയെന്ന് പരാതി ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഭരണ തുടർച്ചയാണ് UDF പ്രതീക്ഷിക്കുന്നത്. സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇല്ലാതാക്കുക. പാർപ്പിടം, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഈ 4 കാര്യത്തിനാണ് ഈ ഭരണസമിതി മുഖ്യ പ്രാമുഖ്യം കൊടുത്തത്. പിന്നെ 800ഓളം വീടുകൾ പാവപ്പെട്ട തലയേക്കാനില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ മനസ്സിലായി. അല്ല 600 പൂർത്തീകരിച്ചപ്പോൾ കുടിവെള്ളത്തിന് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവുന്ന സമയത്ത് ജപ്പാൻ പദ്ധതിക്ക് ഫറോക്ക് മുനിസിപ്പാലിറ്റിയിൽ ഭരണസമിതി അവസാന കാലഘട്ടത്തിൽ തന്നു. അതുകൊണ്ട് ഏറെക്കുറെ ഫറോക്ക് മുനിസിപ്പാലിറ്റി കുടിവെള്ളം പരിഹരിക്കാൻ സാധിച്ചു. എന്നിട്ടും പരിഹാരം കാണാഞ്ഞിട്ടും ഫറോക്ക് മുനിസിപ്പാലിറ്റി തന്നെ 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് BPL കുടുംബത്തിനും ഭിന്നശേഷി കുടുംബത്തിനും SC/STക്കും സൗജന്യമായി കണക്ഷൻ കൊടുക്കുക. നിലവിൽ UDF-ന് 20 കൗൺസിലർമാരുണ്ട്. LDF-ന് 17, BJP-ക്ക് 1 കൗൺസിലർ എന്നിങ്ങനെയാണുള്ളത്. BJP-ക്ക് ശക്തിയുള്ള വാർഡുകളുമുണ്ടെന്നതിനാൽ പോരാട്ടത്തിൽ അതും നിർണായകമാകും. അതേസമയം വികസന മുരടിപ്പിന്റെ 5 വർഷങ്ങൾക്ക് തിരിച്ചടി നൽകണമെന്നാണ് LDF പ്രചരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ, ആ പദ്ധതികൾ തകർക്കുന്ന സമീപനം കൂടി സ്വീകരിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഫറോക്ക് നഗരസഭയ്ക്ക് ഉണ്ടായിട്ടുള്ള UDF ഭരണം കൊണ്ടുണ്ടായിട്ടുള്ള പ്രവർത്തനം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആ കമ്മ്യൂണിറ്റി ഹാളും ഓഫീസ് അനക്സിനും വേണ്ടി 6.5 കോടി രൂപയാണ് ഗവൺമെൻറ് കിഫ്ബി മുഖാന്തരം നൽകിയിട്ടുള്ളത്. എന്നാൽ നാളിതുവരെയായി അതിൻ്റെ ഒരു പ്രവർത്തനവും നടത്തിയില്ല. ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ്ങിനകത്താണ് ഫറോക്ക് നഗരസഭയ്ക്കകത്തെ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുള്ള ബസ് സ്റ്റാൻഡ്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഭരണം വീണ്ടും LDF-ന് തിരിച്ചു പിടിക്കാം. മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ LDF-നെ സംബന്ധിച്ച് ഇത് അഭിമാന പോരാട്ടമാണ്. അതേസമയം മുസ്ലിം ലീഗിന് ശക്തിയുള്ള ഫറോക്ക് നഗരസഭ വിട്ടുകൊടുക്കുക എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ചിന്തിക്കാനാവാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോരാട്ടത്തിന് വാശിയേറും. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.